കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് 1 ലക്ഷം ഇമെയിൽ അയക്കാൻ ഒരുങ്ങി കേരള കർഷക സംഘം. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വീണ്ടുമിറങ്ങിയ സാഹചര്യത്തിലാണ് കേരള കർഷക സംഘം പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. കേരളത്തിലെ ഗവൺമെന്റ് ഈ വിഷയത്തിൽ എന്താണ് ചെയ്യുവാൻ പോകുന്നത് സംബന്ധിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമുണ്ട് എന്നും കർഷക സംഘം കുറ്റപ്പെടുത്തി. ഇപ്പോൾ കരട് വിജ്ഞാപനം വീണ്ടും ഇറങ്ങിയ സാഹചര്യത്തിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് 1 ലക്ഷം ഇമെയിലുകൾ അയക്കുന്നതിനാണ് കേരള കർഷക സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായി നമ്മുടെ ജില്ലയിലെ ESA എന്ന് കേന്ദ്ര സർക്കാരിന്റെ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 51 വില്ലേജുകളിലുള്ള കൃഷിക്കാർ 1 ലക്ഷത്തിൽ പരം കൃഷിക്കാരെന്ന് ഇമെയിൽ സന്ദേശം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് അയക്കുകയാണ്. നമുക്കറിയാം 2013 നവംബർ 13 മാധവ് ഗാഡ്ഗി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ UPA ഗവൺമെന്റ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഒരു കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ആ കരട് വിജ്ഞാപനത്തിൽ 13,000-ൽ പരം ചതുരശ്ര കിലോമീറ്റർ കേരളത്തിൽ ESAയിൽ ഉൾപ്പെടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ്, ഒരു കരട് വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത്. മാത്രമല്ല കേരളത്തിലെ MP-മാരും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തേണ്ടവരാണ്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇടുക്കി MP പോലും ഈ കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. മാത്രമല്ല കേരളത്തിലെ UDF-ന്റെ ഗവൺമെന്റ് എന്താണ് ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടെന്നതിനെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് ഒരു സംശയമുണ്ട്. കാരണം ഇത് കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന കരട് വിജ്ഞാപനമാണ്. അന്ന് ജനങ്ങളാകെ എതിർത്തത് കോൺഗ്രസിന്റെ നിലപാടിനെ ആയിരുന്നു. അന്ന് മാധവ് ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടിനെ അനുകൂലിക്കുകയും പരിസ്ഥിതിവാദികൾക്കൊപ്പം നിൽക്കുകയും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കെതിരായി നിലപാടെടുക്കുകയും ചെയ്ത ഹരിത MLA-മാരിൽ ഒരാളാണ് ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി.